നമസ്കാരം. ജീവിതത്തിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് സീക്രറ്റ്സിലേക്ക് ഒന്ന് നോക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് താങ്കൾ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഇസ് ഫോർ യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഭവത്തിൻ്റെ പേരാണ് ഇറ്റ് ഇസ് കോൾഡ് ആസ് ദ ലോ ഓഫ് വൈബ്രേഷൻ. ഇൻഫാക്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ ഇതിന് റെവല്യൂഷനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉള്ള സംഭവമാണ്. ഇത് മാജിക്കൊന്നുമല്ല, ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളൊരു ആസ്പെക്റ്റാണ്. ആ ആസ്പെക്റ്റിനെ തിരിച്ചറിയുക, എന്നിട്ട് ആ ആസ്പെക്റ്റിനെ നമ്മുടെ റിയാലിറ്റിയിലേക്ക് എങ്ങനെ നമുക്ക് എത്തിച്ച് വിടാം എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ സീക്രട്ട് മനസ്സിലാക്കി എടുത്തിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുമെന്ന് താങ്കൾ തിരിച്ചറിയുവാണെങ്കിൽ അതിനെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കത്തില്ലല്ലോ. യു ക്യാൻ ഓൾവേസ് മേക്ക് എൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ട്രാൻസ്ഫോം യുവർ ലൈഫ്. സോ വാട്ട് ഈസ് വൈബ്രേഷണൽ എനർജി ചോദിക്കുവാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് കൊടുക്കാം. ഒരു പ്രത്യേക റൂമിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്പേസിൽ പോകുമ്പോൾ താങ്കൾ വീടിനടുത്തുള്ളൊരു സ്ഥലമെന്ന് വെച്ചാൽ ഒരു സ്പോട്ടെന്ന് വെച്ചാൽ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് അവിടെ ഒരു പ്രത്യേക വൈബ്രേഷണൽ ഷിഫ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇന്ന വ്യക്തിനെ കാണുമ്പോൾ നമുക്കുള്ള സർജ് ഓഫ് എനർജി ഉണ്ടാകും നമുക്കുള്ളിൽ. ആ ഒരു സർജ് ഓഫ് എനർജി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആ റൂമിൽ കയറി ഇരിക്കുമ്പോൾ യു ഫീൽ ബെറ്റർ, യു ഫീൽ നൈസ്. ചില ടെമ്പിൾസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ചിലവർ ഡിവോഷണൽ ഏരിയാസിൽ പോകുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യും. വൈ ഡസ് ദിസ് ഹാപ്പൻ? ഇതെന്ന് പറയുന്നത് ഈ വൈബ്രേഷൻ എനർജീൻ്റെ ഒരു ഗെയിമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞ സംഭവം ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ മെറ്റീരിയൽ സംഭവത്തിൻ്റെ ഫിസിക്കൽ ആസ്പെക്റ്റ് മാത്രമല്ല. ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ വൈബ്രേഷൻ, ഇറ്റ് ക്യാൻ ബി ഇമോഷണൽ വൈബ്രേഷൻ, ഇറ്റ് ക്യാൻ ബി സ്പിരിച്വൽ വൈബ്രേഷൻ. സ്പിരിച്വൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഭയങ്കര ഹയർ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴുള്ള സ്പിരിച്വൽ വൈബ്രേഷൻ അയാൾക്ക് മനസ്സിലാകാൻ തുടങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ അയാൾ ഓപ്പൺ ആകാൻ പോലും പോകുന്നുള്ളൂ. ഇപ്പോൾ ഒബ്വിയസ്ലി ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും, ഇതൊക്കെ അറിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നത്തിന് ഇതും കേട്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണെങ്കിൽ യു സി അക്കോർഡിംഗ് ടു അവർ എനർജി, നമ്മുടെ ബോഡിയുടെ എനർജി അനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്ന പല കാര്യങ്ങളും. ഫോർ എക്സാമ്പിൾ ഞാൻ സംസാരിക്കാൻ പോകുന്ന വ്യക്തികൾ, ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ, ഞാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഇടങ്ങൾ, ഞാൻ എൻ്റെ ഹെൽത്തിൻ്റെ ഒരു ഗുഡ്നെസ്, ഒരു വെൽനെസ്, ഇതെല്ലാം ഇതിൻ്റെ മണ്ടയിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് വെൻ യു ആർ അറ്റ് വെരി ലോ എനർജി ഇതെല്ലാം ഡൗൺ ആയിരിക്കും. നമ്മൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികൾ ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തികളായിരിക്കും. നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന സ്ഥലങ്ങൾ ക്വാളിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കും. നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഹെൽത്ത് കണ്ടീഷൻസിൽ നമ്മൾ പോകും. പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ വെൻ യു ആർ അറ്റ് വെരി ഹൈ എനർജി താങ്കളുടെ താങ്കൾ എന്ന ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അവസ്ഥ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്ന റേഡിയോയുടെ ഒരു എക്സാമ്പിളാണ്. നമുക്ക് റേഡിയോ എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്, അല്ലയോ? നമുക്ക് ആ ഡിവൈസ് വെച്ചിട്ട് തന്നെ ഒരു ഫ്രീക്വൻസി ട്യൂണർ കാണും, അതിന് കൂടെ ഒരു ആൻറ്റീന കാണും. അതിനെ പ്രൊപ്പല് ചെയ്യണം. ആ ട്യൂണർ ആ ഫ്രീക്വൻസി നമുക്ക് എയറിലേക്ക് പ്രൊപ്പല് ചെയ്യണം. ആൻഡ് നമ്മൾ ഈ ഫ്രീക്വൻസിയുടെ കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പലതരം ചാനൽസിനകത്ത് കയറാൻ പറ്റും. മനസ്സിലല്ലേ? ഇപ്പോൾ അത് പ്രത്യേക തരം ചാനൽസ് ആയിരിക്കും. അത് ചിലപ്പോൾ മ്യൂസിക്കിൻ്റെ ചാനലായിരിക്കും, ചിലപ്പോൾ ന്യൂസിൻ്റെ ചാനലായിരിക്കും, ചിലപ്പോൾ എന്ത് വേണമെങ്കിലായിരിക്കും. താങ്കളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ചാനലിലേക്ക് താങ്കൾക്ക് ട്യൂൺ ചെയ്തെടുത്താൽ ആ ഫ്രീക്വൻസി മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിനെ റിസീവ് ചെയ്യാൻ റെഡിയായിരിക്കും. ശരിയല്ലോ? അതുപോലെ തന്നെ നമ്മളൊരു ഹ്യൂമൻ റേഡിയോ എന്ന് കൂട്ടിക്കും. നമുക്കൊരു ആൻറ്റീനയുണ്ട്, നമ്മളൊരു എനർജി ഡിവൈസാണ്. ഈ എനർജി ഡിവൈസ് നമ്മൾ എന്ത് ഫ്രീക്വൻസിയിലേക്കാണ് ട്യൂൺ ചെയ്യുന്നത്? ആൻഡ് ഈ ട്യൂണിങ് വെച്ചിട്ട് നമ്മൾ എന്തിനോട്ടാണ് റിസെപ്റ്റീവ് ആകുന്നത്? 99% ആൾക്കാരും അവരുടെ എനർജീസ് വളരെ ലോ ബേസിസിൽ കിടക്കുന്നതുകൊണ്ടില്ല അവർ ട്യൂൺ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലോവസ്റ്റ് കാര്യങ്ങളായിരിക്കും, ലെസ്റ്റ് ആയിരിക്കും, കാമമായിരിക്കും, ചിലപ്പോൾ അത് ഗ്രീഡായിരിക്കും, ചിലപ്പോൾ അത് റിമോഴ്സ് ആയിരിക്കും, ചിലപ്പോൾ റിഗ്രറ്റ് ആയിരിക്കും, ചിലപ്പോൾ അത് ഫിയർ ആയിരിക്കും, ചിലപ്പോൾ അത് അഭാവങ്ങളുടെ ഒരു കൂമ്പാരത്തിലേക്കായിരിക്കും അവരുടെ ഇത് കിടക്കുന്നത്. സോ ദ പ്രോബ്ലം ഇതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. താങ്കൾക്ക് അതിനെ എങ്ങനെ ട്യൂൺ ചെയ്തെടുക്കണം എന്നറിയത്തില്ല. താങ്കൾക്ക് ഇതിനെ മാറ്റി തിരിച്ച് അതിനെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക്, അതിനെ ലവിലേക്ക്, അതിനകത്ത് കമ്പാഷനിലേക്ക്, അതിനകത്ത് അബൻഡൻസിലേക്ക്, അതിനകത്ത് വെൽനെസ്സിലേക്ക്, ഗുഡ്നെസ്സിലേക്ക് തിരിച്ച് എങ്ങനെ ട്യൂൺ ചെയ്യാൻ പറ്റും? കാരണം നമ്മൾ ട്യൂൺ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ പോകുന്നത്. ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പോകുന്ന ചാനൽ നമ്മൾ ട്യൂൺ ചെയ്യുന്ന നമ്മുടെ അവസ്ഥ പോലെ ഇരിക്കും. സോ ഒരു റേഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ എ റേഡിയോ വിച്ച് ഈസ് എൻ എനർജി ഡിവൈസ്, വിച്ച് ക്യാൻ ട്രാൻസ്മിറ്റ് ഫ്രീക്വൻസീസ്. ഈ ഫ്രീക്വൻസി വെച്ചിട്ട് താങ്കൾക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ആ കാര്യം ഇങ്ങോട്ട് തിരിച്ചു വരും. ഇതാണ് ഒരു വൈബ്രേഷണൽ എസെൻസ് എന്ന് പറയുന്ന സംഭവം. സോ ഹൗ ടു ഡു ഇറ്റ്? എങ്ങനെ ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റും? നമുക്ക് ഈ ഒരു എനർജി നമുക്ക് എങ്ങനെ റേസ് ചെയ്യാൻ പറ്റും? ആസ് എ പേഴ്സൺ നമുക്ക് എങ്ങനെ റേസ് ചെയ്യാൻ പറ്റും? സോ അന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ കയ്യിലൊരു വലിയൊരു പൂന്തോട്ടം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു വലിയ ഗാർഡൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഗാർഡനിലേക്ക് നമ്മൾ സീഡ് ഇടുന്ന പോലെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന വിളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വാട്ട് യു ആർ ഗോയിങ് ടു റീപ്പ്, നമുക്ക് കിട്ടാൻ പോകുന്ന സംഭവങ്ങൾ.
ഇപ്പോൾ താങ്കൾ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് താങ്കൾ അതിൻ്റെ സീഡ് അവിടെ നിങ്ങൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴായിരിക്കും ബ്ലൂം ചെയ്യുന്നത്? അതിൻ്റെ സമയമാകുമ്പോൾ അത് ബ്ലൂം ആകുമോ? അത് ബ്ലൂം ആകാൻ പോകുന്നത് പുല്ലായിട്ട് ആയിരിക്കത്തില്ലല്ലോ. അത് ബ്ലൂം ആകാൻ പോകുന്ന ഇറ്റ് വിൽ ബ്ലൂം ഇൻ ടു എ വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഒരു റോസ് വെക്കുകയാണെങ്കിൽ റോസ് ആയിട്ട് അത് മാറും. ഒരു ജാസ്മിൻ വെക്കുകയാണെങ്കിൽ ജാസ്മിൻ ആയിട്ട് മാറും. അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രൂട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ഉണ്ടെന്ന് വെച്ചാൽ അത് വെച്ചാൽ നിങ്ങൾക്ക് അതായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതിൻ്റെ കാലഘട്ടം എത്തുമ്പോൾ. ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ഗുഡ് ദ സോയിൽ ഈസ് നോറിഷ്ഡ് അല്ലേ? ആ സോയിലിൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അതേപോലെ താങ്കൾ കൊള്ളത്തില്ലാത്ത കുറേ സാധനങ്ങൾ സീഡുകൾ വെക്കുവാണെങ്കിൽ അങ്ങനത്തെ പുല്ലും കാടുകളും വന്ന് കയറും. അതുപോലെയാണ് നമ്മുടെ മനസ്സും. ഇറ്റ്സ് അബൌട്ട് ദ സീഡ് ഓഫ് തോട്ട്സ്. താങ്കളുടെ മനസ്സിൽ താങ്കൾ ഏത് സീഡ് ഇടുന്നു എന്നാണ് അതിനകത്ത് മൊത്തം ചോദ്യം. എന്ത് സീഡ് ഇടുന്നു എന്നുള്ളതാണ്. താങ്കളുടെ ഈ സീഡ് എന്ന് പറഞ്ഞാൽ തോട്ട്സ് ആണ് കേട്ടോ. മൈൻഡാണ് ഗാർഡൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ മൈൻഡ് എന്ന ഗാർഡനിലേക്ക് നമ്മൾ ഏതൊക്കെ സീഡ് ഇടുന്നു, ഏതൊക്കെ തോട്ട്സ് ഇടുന്നു, എന്തൊക്കെ തരം തോട്ട്സ് ഇടുന്നു. നിങ്ങൾ അമർഷത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ലജ്ജയുടെയും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഉള്ള തോട്ട്സ് അല്ലെങ്കിൽ ആ സീഡ്സ് നിങ്ങൾ പ്ലേസ് ചെയ്യാതിരിക്കുക. ആൻഡ് വാട്ട് യു ഹാവ് ടു പ്ലേസ് അബണ്ടൻസ്. എനിക്ക് വേണ്ടിയതെല്ലാം എനിക്കുണ്ട്, അതിന് ഞാൻ ഡിസേർവിങ് ആണ്. ലവ്, ഐ ആം ഡിസേർവിങ് ഓഫ് ലവ്. അങ്ങനത്തെ സീഡുകൾ നമ്മൾ ഇടുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന സീഡുകൾ വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ. ആൻഡ് ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്. വെൻ യു ലുക്ക് ഫോർവേഡ് നമുക്ക് ആ സീഡ് ബ്ലൂമായി വരാൻ പോകുന്നത് ഇതേ കാര്യം തന്നെയാണ്. അബണ്ടൻസ് ബ്ലൂമാകും, ലവ് ബ്ലൂമാകും, കമ്പാഷൻ ബ്ലൂമാകും, ഗ്രാറ്റിറ്റ്യൂഡ് ബ്ലൂമാകും. സോ ഇങ്ങനെ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യുവർ മൈൻഡ് ഇസ് എ ഗാർഡൻ. താങ്കളുടെ മൈൻഡ് ഒരു ഗാർഡനാണ്. ആ ഗാർഡനിലേക്കുള്ള ഇടുന്ന സീഡ് എന്താണെന്നുള്ളത് താങ്കളുടെ കയ്യിലുള്ള സംഭവമാണോ അത് വേറൊരുത്തൻ പറയുന്ന പോലെയല്ലല്ലോ. ആ സീഡ് എന്താ ഇടുന്നതെന്ന് താങ്കളുടെ സ്വന്തം സെലക്ഷനാണ്. അതിനെപ്പറ്റി കോൺഷ്യസ്ലി ആ സീഡ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മൊത്തം ട്രിക്കും. സോ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തോട്ട്സ് ഇസ് വാട്ട് ക്രിയേറ്റ്സ് റിയാലിറ്റി. ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തോട്ട്സ്, നമ്മുടെ തോട്ട്സിൻ്റെ ബലം നമ്മുടെ കയ്യിലാണുള്ളത്. നമ്മൾ അതിനൊരു അടിമയായിട്ടാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിനൊരു അടിമയല്ലെന്ന് മനസ്സിലാക്കുക. So place beautiful seeds in your garden. Place beautiful seeds in the garden of your mind. ആ ഏതൻ തോട്ടം എന്ന് പറയുന്നത് താങ്കളുടെ മൈൻഡാണ്. ആ മൈൻഡിലേക്ക് താങ്കൾ നല്ല സീഡുകൾ വെക്കുക. നല്ല കാര്യങ്ങളായിട്ട് അത് മുമ്പിലോട്ട് റെസിപ്രൊക്കേറ്റ് ചെയ്ത് യു റീപ്പ് വാട്ട് യു സോ എന്ന് കേട്ടിട്ടില്ലേ പറയുന്നത്. നിങ്ങൾ ഇടുന്ന മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ ട്യൂൺ ചെയ്യാൻ പോകുന്ന ഫ്രീക്വൻസി ഈ ഫ്രീക്വൻസിയിലുള്ള വെരി ഹയർ ഫ്രീക്വൻസിയിലുള്ള ലവ്, കമ്പാഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്ഫുൾനെസ് എന്നൊക്കെ പറഞ്ഞ ഈ സംഭവങ്ങളിലേക്ക്, അല്ലെങ്കിൽ യു ആർ ഓൾവേസ് ബാക്ക് ബൈ ദ എക്സിസ്റ്റൻസ്, താങ്കളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സീഡ്സ് താങ്കളുടെ ഈ മൈൻഡിൽ പ്ലേസ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് ഗോണ റീപ്പ് the same thing. So have an insane belief. ഒരു ഭയങ്കര ഒരു ഇൻസെയിൻ ആയിട്ടുള്ള ഒരു ബിലീഫ് വളർത്തിയെടുക്കുക. ദാറ്റ് എല്ലാ കാര്യങ്ങളും താങ്കൾ ചെയ്യുന്ന ഈ എക്സിസ്റ്റൻസ് താങ്കളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണെന്ന് വളർത്തിയെടുക്കുക. ആസ് ഇഫ് ദ യൂണിവേഴ്സ് വർക്ക്സ് ഫോർ യു. അണ്ടർസ്റ്റാൻഡ് ദ യൂണിവേഴ്സ് ഈസ് വർക്കിംഗ് ഫോർ യു. സോ അതിനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കളയാൻ നോക്കരുത്. അണ്ടർസ്റ്റാൻഡ് ദിസ് ലോ ഓഫ് വൈബ്രേഷൻ.